ഏതെങ്കിലും മനുഷ്യൻ മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തൻ്റെ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളെ ഉപേക്ഷിക്കണം. അതായത് തൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളെയും ദുഷ്ടതകളെയും ഉപേക്ഷിക്കുകയും ക്ഷമാദയ എന്നീ ഗുണങ്ങളെ സ്വന്തമാക്കുകയും വേണം. അതുപോലെ സത്യത്തിൻ്റെ വഴിയിലൂടെ തൻ്റെ ആത്മാവിനെ പരിശുദ്ധമാക്കണം. അപ്പോൾ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. ഭാഗ്യം വലിയ ശക്തിയുള്ളതാണ്. അത് ഒരു യാചകനെ നിമിഷത്തിനുള്ളിൽ രാജാവാക്കുന്നു. അതുപോലെ ഒരു നിമിഷത്തിൽ രാജാവിനെ യാചകനുമാക്കുന്നു. വിധി വിപരീതമാവുമ്പോൾ സമ്പന്നനായ ഒരാളെ നിർധനനാക്കുന്നതിന് ഒട്ടും സമയമെടുക്കുന്നില്ല. വിധി നല്ലതാവുമ്പോൾ സാധാരണ മനുഷ്യനും ഇമ വെട്ടുമ്പോഴേക്കും വളരെ ധനികനായ വ്യക്തിയായി തീരുന്നു. ഇതെല്ലാം വിധിയുടെ കളിയാണ്. പ്രവൃത്തിശേഷം ഫലം ഭാഗ്യത്തിന്മേൽ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ധനമില്ലായ്മ, രോഗം, ദുഃഖം, ബന്ധനം, ചീത്ത സ്വഭാവങ്ങൾ എന്നിവയെല്ലാം മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. ഒരാൾ എങ്ങനെ വിതയ്ക്കുന്നുവോ അയാൾക്ക് അങ്ങനെ തന്നെയുള്ള ഫലവും കിട്ടുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും നല്ല പ്രവൃത്തികൾ മാത്രം